പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖാന തിരുനാളാണ്. നമ്മുടെ പിതാവും നമ്മുടെ വിശ്വാസ വഴികാട്ടിയുമായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ ആചരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തോമസ് നാമധാരികളായ എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ കുടുംബ യൂണിറ്റ്, സെൻറ് തോമസ് കുടുംബ യൂണിറ്റാണ് ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. കുടുംബ യൂണിറ്റിന് എല്ലാവരുടെ പേരിൽ, ഇടവക മുഴുവൻ്റെ പേരിൽ ഇന്നത്തെ നന്മകൾ പ്രാർത്ഥന സ്നേഹപൂർവ്വം നേരുന്നു. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ ദൈവങ്ങളെല്ലാം മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നല്ലവനായ ദൈവത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അൽത്താരയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ മഹാമാരി നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ തീക്ഷ്ണതയോടെ, വിശ്വാസത്തോടെ, തോമസ് ലീഹായെ പോലെ ധീരതയോടെ ഈ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ എഴുപുന്ന പ്രദേശത്തെ മുഴുവനെയും തമ്പുരാന്റെ അൽത്താരയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചോദിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈ പുണ്യപിതാവിനെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്നു. എളിയവരും ബലഹീനരുമായ ഞങ്ങളുടെ പ്രാർത്ഥന ദയയോടെ സ്വീകരിക്കണമേ. ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശി അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രതിഷ്ഠാനം അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞുകൂടി നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. നിന്നെ വണങ്ങി നമിക്കുന്നു.
ഞങ്ങളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഗനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാട്ടുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രദിച്ചാൽ. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകൾ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാൽ ഇടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക. അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അരുത്. അതിൽ നിന്നൊഴിഞ്ഞും നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെങ്കിലും കട്ട് വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീണ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൊണ്ടാടാം എന്നീ വേദികളിൽ
സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരു ആസ്വദിച്ചാണ്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹോദരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലകല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 20-24 മുതൽ തിരുവചനം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു,
അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും ദുഃഖാന തിരുനാളുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ നിരന്തരമായ മാധ്യസ്ഥവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലും വിശ്വാസ പ്രഘോഷണ ഇടങ്ങളിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ കാലത്ത് നാം നേരിടുന്ന നീറുന്ന യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കാൻ, വിശ്വാസത്തിൻ്റെ ഒരു ദൃഢത പ്രാപിക്കാൻ നമുക്ക് അനിവാര്യമായി മാറിയിരിക്കുന്ന തിരുനാളാണ് ദുഃഖാന തിരുനാൾ. ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹിമകൾ പാടുന്നവരല്ലേ നമ്മളെല്ലാവരും. ഒരുപക്ഷെ യേശുവിന് വേണ്ടി, യേശുവിന് സുവിശേഷത്തിന് വേണ്ടി രക്തം ചിന്തിയ നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ പിന്മുറക്കാരെന്ന് അഭിമാനിക്കുകയും അതിന് ഒത്തിരിയേറെ നന്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്നോളം ജീവിതത്തിന് ഈ വിശുദ്ധന്റെ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധീരമായ വിശ്വാസത്തെ പിന്തുടരുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു ദിനമാണ്. നമുക്കും അവരോടുകൂടെ പോയി മരിക്കാമെന്ന് വളരെ ശക്തമായി ധീരതയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ളത് തൻ്റെ ഗുരുവിന് സമർപ്പിച്ച ഈ തോമസ് ശ്ലീഹായുടെ വിശ്വാസ സ്ഥൈര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് സ്ത്രീകന്മാര് സെഹിയോൻ മാളികയിൽ യഹൂദരെ ഭയപ്പെട്ടിരിക്കുക. തോമസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. 18 വായിച്ചു കേൾക്കുന്നത്. ഒരുപക്ഷെ മറ്റെല്ലാവരും ഭയപ്പെട്ടിരുന്നപ്പോൾ തോമസ് ശ്ലീഹ ധൈര്യപൂർവ്വം പുറത്തു പോയി സഞ്ചരിക്കും. കോവിഡിന് ഈ കാലവുമായി നമുക്കൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പാലിച്ച്, സാമൂഹികങ്ങൾ പാലിച്ച്, മാസ്ക് ഒക്കെ ധരിച്ച്, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമ്പോൾ പുറത്തു പോയി തങ്ങളുടെ സുരക്ഷ മറന്നുകൊണ്ട് കഠിനത്താരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെയും നിയമപാലകരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. അവരും ആധുനിക ലോകത്തിലെ തോമസ് ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നവരല്ലേ. നമ്മുടെ ജീവിത വഴികളിൽ നമുക്കും നമ്മെ തന്നെ ഒന്ന് ഓർക്കാം. നമുക്കറിയാം, തോമസ് ശ്ലീഹായ്ക്ക് യേശുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണം കാണാൻ കഴിയുന്നില്ല. പക്ഷേ ശ്ലീഹന്മാർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. പക്ഷെ തോമസിലേക്ക് വിശ്വാസം വന്നില്ല. അവനത് വിശ്വസിച്ചില്ല. വിശ്വാസം എന്ത് അടയാളമാണ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത്? തോമസിനെ നോക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് എങ്ങനെയാണ് യേശു കടന്നു വരുന്നത്? അതല്ലെങ്കിൽ യേശുവിനെ കണ്ടാൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ന്യായമായ ഒരു സംശയം. അതുകൊണ്ട് യേശുവിനെ അല്ല അവൻ വിശ്വസിക്കാതിരുന്നത്, യേശുവിനെ കണ്ടിട്ടും ഭയപ്പെട്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ് അവൻ അവിശ്വസിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ, നമ്മുടെ ഇടവകയുടെ ചുറ്റുപാടിൽ നേരിട്ട് കണ്ടുമുട്ടുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെ ഭയപ്പെടുത്തില്ല, ദൈവത്തെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ.
ഹൃദയം 8 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പിതാവിൻ്റെ ആ സ്നേഹപൂർവ്വമുള്ള ശാഠ്യം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈശോ പ്രത്യക്ഷപ്പെടുത്തുന്നത് ഒരു ക്വാറന്റൈൻ ആയിരിക്കുന്ന നമ്മുടെ ശിഷ്യ സമൂഹത്തിലേക്കാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് അഭിമാനിക്കുന്നവർ, യേശു പക്ഷത്താണെന്ന് എപ്പോഴും വാദിക്കുന്നവർ. എന്നാൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും പിതാവുമായവനെ കണ്ടുമുട്ടിയതിൻ്റെ എന്തടയാളമാണ് ഞാൻ എൻ്റെ കുടുംബത്തിന്, ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുക? എന്നെ കാണുന്ന മറ്റുള്ളവർക്ക് ഞാൻ യേശുവിനെ കാണുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ മകനും മകളുമാണ്, യേശു യഥാർത്ഥ അനുയായിയാണെന്ന് പറയാൻ കഴിയുമോ? യാതൊരു പക്ഷഭേദവുമില്ലാതെ, യാതൊരു പക്ഷപാതവുമില്ലാതെ ഹൃദയപൂർവ്വമായി ക്രിസ്തുവിനെ കുരിശോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ തോമസ് ലീഗായെ പോലെ അവരുടെ രക്തസാക്ഷ്യത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, തോമായും മറ്റു സ്ത്രീകന്മാരും വാതിലടച്ചിരുന്നു. ഈ നിമിഷങ്ങളിലേക്കാണ് ഉദ്ധിതനായ കർത്താവ് കടന്നു വന്നത്. ഞാൻ വീണ്ടും പറയാം, ഒരുതരം ക്വാറന്റൈൻ അനുഭവത്തിലൂടെ യേശുവിന്റെ പ്രിയപ്പെട്ട ശ്രേഷ്ഠ ശിഷ്യന്മാർ കടന്നുപോയത്. യഹൂദർ ഭയന്നാണ് കഥകടച്ചത്. ഇന്ന് നമ്മളോ കൊറോണയെ ഭയന്ന കഥകടച്ചിരിക്കുന്നത്. എല്ലാ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പങ്കുവെക്കാതെ, പകർന്നു നൽകാതെ ജാഗ്രതയുടെ ഒരു വാതിലടപ്പിലൂടെയല്ലേ ഞാൻ നിങ്ങൾക്ക് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കായി മുറിവേറ്റതിൻ്റെ അടയാളങ്ങളുമായി അടഞ്ഞ വാതിലുകൾ തുറന്നകത്ത് കിടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നിരാശപ്പെട്ടിരുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സമാധാനവും പ്രത്യാശയും ധൈര്യവും പകരുന്ന ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ളത് പ്രതികൂലങ്ങളുടെയും ഉറക്കെ പ്രഘോഷിക്കുവാൻ തോമാസ്ലിഹായെപ്പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാനുള്ള ആർജവത്വം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പള്ളിയുടെ അകത്ത് മാത്രമല്ല, നിന്റെയും എന്റെയും ഒക്കെ മനസ്സിന്റെ അകത്തും ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ നമുക്ക് തുറന്നിടാൻ പരിശ്രമിക്കാം. മുറിവേറ്റ ക്രിസ്തുവിനെ കാണണമെന്ന തോമാസിന്റെ വാശിയിൽ യേശുനാഥൻ ഒരുപക്ഷെ അതിനുള്ള അവസരം കൊടുക്കുമ്പോഴും ഒരു സത്യം ആ പിടിവാശിക്ക് മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുറിവേറ്റവന് മാത്രമേ ക്രിസ്തുവായി മാറാൻ കഴിയുകയുള്ളൂ. മുറിവേറ്റവന് മാത്രമേ ക്രിസ്തുവാവാൻ കഴിയുകയുള്ളൂ. അതെ, അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു. തീർച്ചയായിട്ടും നമുക്കും മുറിപ്പെടാനുള്ള സമയമാണ് ഈ കൊറോണ കാലം. ഈ COVID-19 അതിന് പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിപ്പെടാനുള്ളത്, സ്വന്തം സുരക്ഷ മാറ്റുന്നത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹാനുഭൂതിയോടുകൂടെ ഉണർന്ന് പ്രവർത്തിക്കാൻ, യേശുവിന്റെ സ്നേഹം അടയാളപ്പെടുത്താൻ ദൈവം തന്ന അനുഗ്രഹമായി ഈ COVID-19 നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇത് ഏറ്റവും സുന്ദരമായ സമയമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ വീടുകളുടെ ജാലകങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ ജാലകങ്ങൾ നമുക്ക് തുറന്നിടാം. നമ്മുടെ ഭർത്തായപ്പെട്ടികൾ നമുക്ക് തുറന്നു വയ്ക്കാം. വിശക്കുന്നവർ നമുക്ക് ഊട്ടാം. ഇവിടെയാണ് ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മൾ ചെയ്ത ഹെൽത്ത് കിറ്റും മെഡിക്കിറ്റും, അതല്ലെങ്കിൽ നമ്മുടെ ജൈവസമിതിയും, അതിനപ്പുറം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഏഞ്ചൽ സ്റ്റഡി കിറ്റും ഒക്കെ അർത്ഥപൂർണ്ണമാകുന്നത്, പ്രസക്തിയുള്ളതായി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്, ശാരീരികമായി, സാമൂഹികമായി, ആത്മീയമായി വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ജീവിതത്തിൽ കൈപിടിച്ചു കൊണ്ടുവരുവാൻ ദൈവം തരുന്ന ഈ അവസരം ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. അവരെ വേണ്ടി എല്ലാ വൈറസിനെയും തടഞ്ഞു നിർത്താൻ ഒരു മരുന്നിനെയുണ്ട്. അത് ജീവിതത്തിന്റെ നന്മയാണ്. മനുഷ്യഹൃദയത്തോട് നാം കാണിക്കേണ്ട ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം ഭംഗിയായി അടയാളപ്പെടുത്തിക്കൊണ്ട് തോമാസ്ലിഹായെ പോലെ ധൈര്യപൂർവ്വം യേശുവിന്റെ സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ഒത്തൊരുമയോടുകൂടി ഈ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് തമ്പുരാന്റെ സ്നേഹത്തിന്റെ നീട്ടപ്പെട്ട കരങ്ങളായി മാറുവാൻ തോമാസ്ലിഹായെ പോലെ ഈ ഭാരതത്തിന്റെ, നമ്മുടെ പ്രദേശം മുഴുവനും വചനം ജീവിക്കുവാനും വചനം
വചനത്തോടെ നമ്മിലേക്ക് കടന്നു വരുന്ന തമ്പുരാനെ സ്നേഹത്തോടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാം. അതിന് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദുഃഖാന തിരുനാളിന് മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുശേഷം പ്രസംഗിക്കപ്പെടുന്നു ചെയ്തയായി സുശേഷഭാഗ്യങ്ങൾക്ക് ഒത്തവിധം ജീവിച്ചുകൊണ്ട് ഇതിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ മാതൃകയനുസരിച്ച് നിങ്ങളുടെ കൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രക്ഷുബ്ധരായി പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ വിശുദ്ധായി നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ചു ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, എന്റെ ദൈവമേ ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാശ്ലീഹായെ പോലെ കർത്താവിന്റെ നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മകനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദയനായ നിന്നെ അനുഗമിച്ച തോമാശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവനെ പോലെ രുചിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ പിതാവിനും മുതലുള്ള പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്നിൽ ആഴമായി വിശ്വസിച്ച ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായെ പിതാവും ശ്ലീഹയുമായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ അനന്തകാലത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തോമാശ്ലീഹായുടെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിതവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ പ്രദേശം മുഴുവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ.
ദാവീദോത്താനത്തിൽ ശരണം തേടുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിത്രാപുലിത്തന്മാരും മിത്രാന്മാരും ഞങ്ങളുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുവായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുവയുടെ കൃപയാൽ ഈ ബന്ധം നമുക്ക് സഹായത്തിന് ശരിക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിനെ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരയും വിശ്വാസസ്നേഹത്തോടെ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സമാധാനം, യേശുവിന്റെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പുതുദോഷ ചെയ്യപ്പെടുന്നു. പുരോഗം തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു.
കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഹൃദയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമ്മയുടെ മഹത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് വ്യക്തതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ
കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശം, അങ്ങയുടെ സത്യത പ്രതിച്ചായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായ നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരം ഏർപ്പെടുത്തുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്ഷാരഹസ്യങ്ങളെ ഭക്തിപൂർവ്വം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ, നമ്മുടെ അതിരൂപതയെ, തിരുസഭ മുഴുവനെയും, ലോകം മുഴുവനെയും പ്രത്യേകം നമുക്ക് ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. മാർത്തോമാ ശ്ലീഹായെ നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ സാഘോഷം കൊണ്ടാടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ നീർപ്പുകയുന്ന ഈ വിഷമസന്ധിയിൽ COVID-19 അതിജീവിക്കാനുള്ള ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആത്മീയമായും തളർന്നിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ ഓരോ സഹോദരരെ നമുക്ക് ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗബാധിതരായി കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, സാമ്പത്തിക പ്രതിസന്ധിയോടെ വല്ലാതെ ക്ലേശിക്കുന്നവർ, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ യുവജനങ്ങളെ, എല്ലാ ദമ്പതികളെയും, ശ്രേഷ്ഠരായ നമ്മുടെ പ്രായമായ മാതാപിതാക്കളെയും, നമ്മുടെ ഇടവയുടെ അതിർത്തിയിൽ കഴിയുന്ന ഇതര മതസ്ഥരായ നമ്മുടെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ പ്രകൃതിയെ, നമ്മൾ ആരംഭിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളെയും ദൈവത്തിൻ്റെ സ്നേഹം അടയാളപ്പെടുത്താൻ ദൈവം തരുന്ന ഓരോ സുവർണ നിമിഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. ഈശോയെ, ഈ അപ്പവും വീഞ്ഞും അവിടെ തിരിച്ചറിയ വ്യക്തങ്ങളായി രൂപാന്തരപ്പെടുന്നത് പോലെ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കുന്നതിന് പ്രാർത്ഥിക്കാം. COVID-19 അവരെന്നെ ഓർക്കാൻ, നമുക്കുള്ളത് മറ്റൊരു പങ്കുവയ്ക്കാൻ ദൈവം തരുന്ന ഏറ്റവും നല്ല സാഹചര്യമായി കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളുകൊള്ളതും നമ്മെ തന്നെയും ഈ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സഹതി ക്രിസ്തുവിനെ ദർശിക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളിപ്പോൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയിലെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട്
അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർജോർജ് വേണ്ടി അതിർപിതാധീശകാരി മാറാജിഡികരി പിതാവിന് വേണ്ടിയും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെ രക്തസാക്ഷികളുടെ വർദ്ധകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം ഞങ്ങളുടെ ഇടയിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി, സ്വന്തം സുരക്ഷ മറന്നുകൊണ്ട് നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ ദൈവജനത്തിനു വേണ്ടിയും, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഞങ്ങളുടെ ഇടവേളത്തിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് തിരുമനസ്സാകുന്നവർക്ക് വേണ്ടി, എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, ശാരീരിക മാനസിക ആത്മീയമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടി, ഇന്നത്തെ ഈ ശുശ്രൂഷകൾ നേതൃത്വം കൊടുക്കുന്ന സെന്റ് തോമസ് കുടുംബ യൂണിറ്റിന് വേണ്ടി, അയോഗ്യനും ബലഹീനനുമായ ഈ ദാസന് വേണ്ടി കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെ മാതാവായ കന്യകാമറിയത്തിന് ഞങ്ങൾ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവർമ്മയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ വിശുദ്ധമാണ് ജീവദായകമായ സുവിശേഷങ്ങൾ, പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, ബന്ധുക്കന്മാർ, വേദപാലകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുതിർന്നു പരിശുദ്ധ കത്തോലിക്ക സഭ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർബല്യത്തിൻ്റെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുകൊണ്ടും എല്ലാ മനുഷ്യരെയും കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനങ്ങൾ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചവരുടെ നാമത്തിൽ ലഭിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരുമായ
ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിവർത്തനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയെന്നാർന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുവരാൻ എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപങ്ങളുള്ള ശരണത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് ഉപചരിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വതന്ത്രന്റെ നൂതനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകും. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. കർത്താവേ, അങ്ങയുടെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. അങ്ങയുടെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹം അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്ത്യാദരപൂർവ്വം ഈ ദിവസങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശോഭിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മാർത്തോമാശ്ലീഹയോട് ചേർന്ന് നമുക്ക് മിശിഹായിലുള്ള വിശ്വാസം ഏറ്റു പറയാം. മിശിഹായുടെ തിരുശരീരം കടകളെ വർദ്ധിക്കും നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയാചരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് കൃപയേകിയല്ലോ. ഈ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാനകൾ അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തുവല്ലോ. ഈ അമൂല്യമായ ദാനമെന്നും
വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഞങ്ങളുടെ പിതാവും മാർത്തോമാസ്ലിഹായെ പോലെ ഞങ്ങൾ ഈ ഭൂമിയിൽ അങ്ങ് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിൽ നൽകിടുവാൻ മാർത്തോമായി സകലേശൻ കരുണയുടെ മയച്ചല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സ്നേഹപിതാവ് മാർത്തോമാ മാതൃകയാകും പ്രേക്ഷിതരായി ജീവിത സാക്ഷ്യം നൽകിടുവാൻ രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും റൂഹാനും സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങയിൽ നിന്ന് സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഏൽപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ച് സെന്റ് തോമസ് നാമധാരിയായ സിസ്റ്റർ ഫിയയ്ക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ സെന്റ് തോമസ് കുടുംബീകരിലെ എല്ലാവർക്കും എല്ലാവരുടെ പേരിലും തിരുനാൾ ആശംസകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.